മലപ്പുറം ഇളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർതൃവീട്ടിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ശാരീരികമായും മാനസികമായും പ്രവീൺ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. കേസിൽ ഭർത്താവായ പ്രതി പ്രവീണിനെ 2 ആഴ്ചത്തേക്ക് കോടതി ഇന്ന് റിമാൻഡ് ചെയ്തു. വിഷ്ണുജയെ പ്രവീൺ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പോലും പ്രവീൺ നിരീക്ഷിച്ചു. പീഡനം സഹിക്കവയ്യാതെ വിവാഹബന്ധം വേർപെടുത്തും എന്ന് പറഞ്ഞപ്പോൾ പലരുമായും വിഷ്ണുജയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തുമെന്നും കുടുംബത്തെ അപമാനിക്കും എന്നുമാണ് പ്രവീൺ പറഞ്ഞത്. എല്ലാം വിഷ്ണുജ പങ്കുവെച്ചത് സുഹൃത്തിനോടായിരുന്നു. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഞാനത് പറഞ്ഞുണ്ടാക്കും. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രീതിയിൽ നിൻ്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു. ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്ണുജയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരാൻ അനുവദിച്ചില്ല. അച്ഛനോടും സുഹൃത്തുക്കളോടും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. ക്രൂരത മറ്റുള്ളവരോട് പറയുമോ എന്ന ഭയമായിരുന്നു പ്രവീണിന്. അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർട്ട് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. പ്രവീണിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൈമാറി. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അന്വേഷണം. ഇതിനുശേഷമാകും പ്രവീണിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തീരുമാനിക്കുക. 24 മലപ്പുറം.